ഇന്നത്തെ റെസിപ്പി റാഗിപ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ റാഗിപ്പൊടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പലഹാരത്തിലേക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഈ പഴം നമുക്കൊരു സ്പൂണോ തവിയോ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്സാണ് ഈ പലഹാരത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഈ പഴം ഏത് രീതിയിലാണോ ഉടച്ചെടുക്കാൻ സൂട്ടബിൾ എന്ന് കരുതിയാൽ ആ ഒരു രീതിയിലൊക്കെ നമുക്കിത് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കുന്നത്. നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊന്നും ചെറിയൊരു കട്ടകളൊക്കെ ഉണ്ടായെന്ന് കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റും വിധത്തിലൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ അയപ്പൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കര ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ശർക്കര അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തി പോരാൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ പലഹാരം നല്ല ഹെൽത്തി ആവുന്നതും കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫില്ലിങ്സ് ആണ് കേട്ടത്. ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പലഹാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള റാഗിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിന് പകരം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്ന അതേ അളവിൽ തന്നെയാണ് റാഗിപ്പൊടി എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. റാഗിപ്പൊടിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് വാട്ടി യോജിപ്പിച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ചൂടൊന്നും പോവാൻ നിൽക്കേണ്ട, അല്പം ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ അട നല്ല സൂപ്പറായിട്ട് പൊട്ടി പോവാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അല്പം ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഉരുളാക്കി എടുത്തിട്ട് ഒരു വാഴയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അയില പൊട്ടി പോവാതിരിക്കാനായിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് അല്പം ഓയിലും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവിൽ നിന്നും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് ഈ വായിലൊന്ന് വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പത്തിരിക്കോയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്താൽ മതി. നമുക്കിത് ചപ്പാത്തി ഒന്നും പരത്തിയെടുക്കുന്ന ആ ഒരു പെർഫെക്ഷനിലും ആ ഒരു ലെവലിലും ഒന്നും ആക്കിയെടുക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് കഴിയും വിധത്തിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കണം, കൂടുതലായിട്ട് കട്ടിക്കൊന്നും പരത്തിയെടുക്കേണ്ട. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ കൂടുതലായി ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ നമ്മളിതിലേക്ക് ഫില്ലിങ്സ് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ അട കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ തിന്നായിട്ടൊന്നും നമുക്കിത് പരത്തിയെടുത്തിട്ട് അടയാക്കി എടുക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് പറ്റും വിധത്തിലൊന്ന് കട്ടി കുറച്ചിട്ട് തന്നെ പരത്തിയെടുത്തിട്ട് ഈ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ റാഗിപ്പൊടി വെച്ചിട്ട് അട തയ്യാറാക്കി എടുക്കുമ്പോൾ പത്തിരി ഒന്ന് അല്പം കനം കുറച്ച് പരത്തിയെടുത്തിട്ട് കൂടുതൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഈ അട കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റും ആയിരിക്കും. റാഗിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. ഇതിൻ്റെ എഡ്ജസൊക്കെ നമുക്ക് കത്തി വെച്ചിട്ട് കൂടുതലായിട്ടുള്ള എഡ്ജസൊക്കെ നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് വായിലെല്ലാം നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി വായിലയോട് കൂടിയിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുത്ത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് മുമ്പ് തന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വായിലയോട് കൂടിയിട്ട് തന്നെ ഓരോ അടയും ഈ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഈ വായയിലോട് കൂടിയിട്ട് തന്നെ അട വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തുറന്ന് പോരാത്ത വിധത്തിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്തിലേക്ക് 3 അട വീതമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ഈ മാവ് വെച്ചിട്ട് 6 അട വീതമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതും. ഞാനൊരു സമയം 3 അട വീതമാണ് വേവിച്ചെടുക്കുന്നത്. ഇതിനി നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 14-15 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുത്തിട്ട് കൂടുതൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 മണി ചായക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ പലഹാരം തന്നെയാണ് കേട്ടോ റാഗി അട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഈ ഒരു അട റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു 14-15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അടയും ഈ സ്റ്റീമറിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് അല്പം ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ റാഗിയട ഉണ്ടാക്കാനായിട്ട് മാവ് പരത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം കനം കുറച്ച് പരത്തിയെടുത്തിട്ട് കൂടുതൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് റാഗിയട ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ റാഗിപ്പൊടിയുടെ ഈ ടേസ്റ്റ് ഒട്ടും മുന്നിട്ട് നിൽക്കില്ല. നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള സൂപ്പർ പലഹാരം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ റാഗിപ്പൊടി വെച്ചിട്ട് ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഇതിന് മുമ്പും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.